എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ലീഫ് വില്ലേജ് ആയിരിക്കും കാണിക്കുക. അവിടെയാണെങ്കിൽ ഹൊക്കാഗെയും ബൊറൂട്ടോയും അവിടെയുള്ള എല്ലാവരും മരിച്ചു കിടക്കുകയാണ്. ലീഫ് വില്ലേജ് മൊത്തത്തില് രക്തത്തിൽ കുടിച്ചു കിടക്കുന്നു. അവിടെ ആകെ ജീവനുള്ളത് കവാക്കിക്ക് മാത്രം. അടുത്ത നിമിഷം ജീഗൺ അവൻ ടെററായിട്ട് കവാക്കിയുടെ മുൻപിലേക്ക് ട്രൈ ചെയ്ത് അങ്ങനെ വരും. ജീഗണെ കണ്ട് കവാക്കി അവൻ ഞെട്ടി എഴുന്നേക്കാണ്. അവൻ ചുറ്റും നോക്കും. അവൻ ോടെ വീട്ടിൽ സേഫ് ആയിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ചെക്കൻ ഒരു സ്വപ്നം കണ്ടതാണ്. അവനാണെങ്കിൽ ആ സ്വപ്നമൊക്കെ ഓർക്കുമ്പോൾ ഒത്തിരി പേടി തോന്നും. സത്യത്തിൽ ഞാൻ ഇനിയും ഈ ഒരു ഗ്രാമത്തിൽ നിൽക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും വലിയൊരു അപകടം തന്നെയായിരിക്കും. ഞാൻ കാരണം നന്മയും സ്നേഹവും ഉള്ളവർക്കെല്ലാം നാശം മാത്രമായിരിക്കും സംഭവിക്കുക എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പതിയെ പുറത്തേക്ക് പോവാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ഹിനട്ട അവളാണെങ്കിൽ വെയിറ്റ് ചെയ്ത് ബാത്റൂമിന്റെ പുറത്ത് നിൽക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഡോർ തുറന്ന് പുറത്തേക്ക് വരും. ഹിനട്ട, നിനക്ക് എന്തു പറ്റി? നീ എന്തിനാ വെറുതെ ഇവിടെ നിൽക്കണേ? അതിനവള് പറയും, ഞാൻ കവാക്കിയെ ഈ വീട് മുഴുവൻ അന്വേഷിച്ചു, അവനെ കാണാനില്ല. ഇത് കേട്ട് ടെൻഷനായി ബൊറൂട്ടോ അവൻ പുറത്തേക്ക് ഓടി വന്ന് വീടിന് ചുറ്റും നോക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടില് മുകളില് വാട്ടർ ടാങ്കിന്റെ മുകളിലിരിക്കുന്ന കവാക്കിയെ ബൊറൂട്ടോ കാണും. അവനും ഇപ്പൊ വാട്ടർ ടാങ്കിന്റെ അവിടേക്ക് വരും. ഓ, നീ ആരോടും പറയാതെ ഇവിടെ വന്ന് തനിച്ചിരിക്കുകയാണോ? ഹീമാവരി ആണെങ്കിൽ നിന്നെ കാണാതെ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അതിന് കവാക്കി ആണെങ്കിൽ ഇപ്പൊ കൊനാമാരുവിനെ കുറിച്ച് ചോദിക്കും. അദ്ദേഹം ശരിക്കും നല്ലൊരു മനുഷ്യനാണ്. ഞാൻ കാരണം ആൾക്കും ഒരുപാട് പരിക്കുകൾ പറ്റിയല്ലേ? ബൊറൂട്ടോ ആണെങ്കിൽ അവനെ സമാധാനിപ്പിച്ച് ഇപ്പൊ താഴേക്ക് കൂട്ടിക്കൊണ്ടുവരും. പിന്നീട് അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. കവാക്കിക്ക് മാത്രം വലിയ സന്തോഷമൊന്നും ഇല്ലാതെ അവൻ സാഡായിട്ട് അങ്ങനെ ഇരിക്കും. ആ സമയം ഇരട്ട അവൾ ഫ്രിഡ്ജിൽ വെച്ച ബർഗർ പോലുള്ള എന്തോ ഒരു ഐറ്റം അത് കാണുന്നില്ല എന്ന് പറയും. അവരാണെങ്കിൽ പരസ്പരം ചോദിക്കും, ആരെങ്കിലും കഴിച്ചോ എന്ന്. അവരെല്ലാവരും കഴിച്ചിട്ടില്ല എന്ന് മറുപടി പറയും. കവാക്കി ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ കവാക്കി തലയുയർത്തി അവരോട് ചോദിക്കും, ആ ഒരു ഫുഡ് ഐറ്റം അത് ഞാൻ എടുത്തു എന്നാണോ നിങ്ങൾ കരുതണേ? അത് നറൂട്ടോ പറയും, അയ്യോ ഇല്ല. പക്ഷെ ഹിനട്ട അവളത് വാങ്ങാൻ മറന്നിട്ടുണ്ടാവും. സോ ഞാനത് നാളെ വാങ്ങിക്കാം, ഞാനത് നാളെ തന്നെ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞ് അവരങ്ങനെ ഫുഡ് കഴിച്ച് കംപ്ലീറ്റ് ചെയ്യും. അല്പസമയം കഴിഞ്ഞ് ബൊറൂട്ടോ ആണെങ്കിൽ അവൻ്റെ ഓരോരോ ടൂൾസ് ബാഗിൽ പാക്ക് ചെയ്യാണ്. ബൊറൂട്ടോ കവാക്കിയോട് ചോദിക്കും, നീ എന്നോടൊപ്പം ട്രെയിനിങ് എടുക്കാനായിട്ട് വരുന്നോ? ഞാനും മീറ്റ്സുകയും ഞങ്ങൾ രണ്ടുപേരും ട്രെയിനിങ് എടുക്കാനായിട്ട് പോവാണ്. അതിന് കവാക്കി പറയും, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ ട്രെയിനിങ് എടുക്കുന്നത് ഒരല്പം റിസ്ക് ഉള്ള കാര്യമാണ്. എന്നെ പോലെ തന്നെ നിന്റെ ഉള്ളിലും ആ കർമ്മ പവർ അത് അൺകൺട്രോൾഡായി പുറത്തേക്ക് വരികയാണ്. ഇങ്ങനെ നീ മുൻപോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കർമ്മ പവർ മുഴുവനായിട്ടും നിന്റെ കൺട്രോൾ ഏറ്റെടുക്കും. ഞാൻ എന്തായാലും നിന്റെ കൂടെ ട്രെയിനിങ്ങിന് വരുന്നില്ല എന്ന് പറഞ്ഞ് കവാക്കി അവിടെ നിന്ന് കടന്നു പോകും. അതേസമയം മറ്റൊരു ഭാഗത്ത് ഹീമാവരി ആണെങ്കിൽ അല്പനേരം ഹിനട്ട അവിടെ മുഴുവൻ ക്ലീൻ ചെയ്യുന്നത് നോക്കി നിൽക്കും. അതിനുശേഷം നൈസായി ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് വന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഫുഡ് ഐറ്റംസും ബർഗറും ഒക്കെ നൈസായിട്ട് അവളുടെ ബാഗിന്റെ അകത്താക്കുകയാണ്. ആക്ച്വലി അവളാണ് ആ ഫുഡ് ഐറ്റംസ് അടിച്ചു മാറ്റിയത്. അതിനുശേഷം ആരും അറിയാതെ അവൾ പുറത്ത് കടക്കും. പക്ഷെ അവൾ കറക്റ്റായിട്ട് മുമ്പിൽ വന്ന് പെടുക സാക്ഷാൽ കവാക്കിയുടേതായിരിക്കും. പിന്നീട് കവാക്കിയും ഹീമാവരിയും അവർ രണ്ടുപേരും ക്യാഷ്വലായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംസാരിച്ച് പതിയെ മുൻപോട്ടേക്ക് നടക്കും. കവാക്കിയാണെങ്കിൽ അവളോട് ചോദിക്കും, നീ എന്തിനാ ഈ ഫുഡെല്ലാം അടിച്ചു മാറ്റി അവിടുന്ന് കൊണ്ടുപോണേ? അതിനവൾ പറയും, അടിച്ചു മാറ്റിയതല്ല, ഒരല്പം എനിക്കൊരു ആവശ്യത്തിന് എടുത്തതാണ്. എനിക്ക് ഈ കാട്ടില് ഒരു ഫ്രണ്ടുണ്ട്, ഒരു ഡോഗ്. ദിവസങ്ങൾക്ക് മുൻപ് ഞാനിവിടെ കളിക്കാൻ വന്നപ്പോൾ അതിനെ കണ്ടതാണ്. അതിന്റെ ബോഡിയിൽ ഒരുപാട് പരുക്കുകളുണ്ട്. അന്നു മുതൽ ഞാൻ വീട്ടിലുള്ള ഫുഡ് അത് കുറേശ്ശെ എടുത്ത് അതിന് കൊടുക്കുമെന്ന് പറഞ്ഞ് ആ ഡോഗിന്റെ അടുത്തേക്ക് വരികയാണ്. അവൻ ആ ഡോഗിനെ നോക്കും. ഹേമാവരി കൊടുക്കുന്ന ഫുഡ് അത് ആർത്തിയോടുകൂടെ കഴിക്കുകയാണ്. അതിന്റെ ബോഡിയിലാണെങ്കിൽ ഒരുപാട് പരുക്കൾ പറ്റിയിട്ടുണ്ട്. ഒരു ചെവി അത് മുറിഞ്ഞു പോയിരിക്കുകയാണ്. ആ ഡോഗ് ആണെങ്കിൽ ഭക്ഷണമെല്ലാം കഴിച്ച് അവളുടെ അടുത്ത് വന്ന് കിടക്കുകയാണ്. അവൾക്ക് മനസ്സിലാവും അതിന്റെ വിശപ്പ് അടങ്ങിയിട്ടില്ല എന്ന്. അവളും കവാക്കിയും അവിടെയുള്ള ചില ഫ്രൂട്ട്സ് ഒക്കെ കളക്ട് ചെയ്യാണ്. അവളാണെങ്കിൽ കവാക്കിയോട് ചോദിക്കും, ആ ഡോഗ് എന്തുകൊണ്ടായിരിക്കും അതിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോവാത്തത്? എന്തെങ്കിലും അതിന് പ്രശ്നം ഉണ്ടാവോ? അതിന് കവാക്കി മറുപടി പറയും, അതിന് ഓൾറെഡി ഒരുപാട് പരുക്കുകൾ പറ്റിയിട്ടുണ്ട്, അത് വളരെ ടയേർഡാണ്, അതുകൊണ്ടാണ് അത് ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നത്. സത്യത്തില് ഞാനും ആ ചെന്നായെ പോലെ തന്നെയായിരുന്നു. എല്ലാവരാലും വേട്ടയാടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ ഒരാളായിരുന്നു. നറൂട്ടോയും ഈ ഗ്രാമത്തിലുള്ള ആളുകളുമാണ് എന്നെ ചേഞ്ച് ആക്കിയെന്ന് പറയും. അത് കേട്ട് ഹീമാവരി ചിരിക്കും. അവർ ഹാപ്പിയായി ആ ചെന്നായുടെ അടുത്തേക്ക് തിരികെ പോകുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് 3 ചെന്നായകൾ അവറ്റകൾ അങ്ങനെ ടെററായിട്ട് നിൽക്കുക. ഹേമാവരി ആണെങ്കിൽ അവറ്റകളെ കണ്ട് ടെൻഷനായി ഓടി വന്ന് അവളുടെ ചെന്നായെ ഹഗ് ചെയ്യാണ്. അതിനുശേഷം ഹേമാവരിയും കവാക്കിയും അവർ രണ്ടുപേരും
തിരികെ വീട്ടിലേക്ക് വരും. ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അവന്റെ റൂമിലേക്ക് വരും. അവനാണെങ്കിൽ തലേന്ന് എഴുതി വെച്ച ഒരു ലെറ്റർ അത് അവൻ തന്നെ വായിച്ച് കയറി പറിച്ച് ഇപ്പൊ ദൂരേക്ക് വലിച്ചെറിയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഇപ്പൊ നമ്മുടെ ഹേമാവരി അവള് ബാഗൊക്കെ ഇട്ട് എപ്പോഴത്തേതും പോലെ റെഡി ആയിട്ട് നിൽക്കും. അതിനുശേഷം കവാക്കിയോട് പറയും, കവാക്കി വേഗം വായോ, ഓൾറെഡി നമ്മൾ ലേറ്റായി. അതിനവനും ഷൂസൊക്കെ ഇട്ട് റെഡി ആവുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവനോട് കാര്യം അന്വേഷിക്കും, നിങ്ങൾ ഇത്രയും രാവിലെ ഇതെവിടേക്കാ പോണേ? അതിനവനാണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡിൽ ബൊറൂട്ടോട് പറയും, ഇത് ഞങ്ങൾക്കിടയിലുള്ള ഒരു സീക്രട്ടാണ്, നീ അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഹേമാവരിയായി അവൻ അങ്ങനെ കടന്നു വന്ന് ഒരു ഷോപ്പിലെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ കളക്ട് ചെയ്യുകയാണ്. ഹേമാവരിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും ഈ ഫുഡ് നമ്മുടെ ചെന്നായിക്ക് ഒരുപാട് ഇഷ്ടമാവും. അവൻ ഒരുപാട് ദിവസമായിട്ട് നല്ല ഫുഡ് കഴിച്ചിട്ടില്ല. ഇന്ന് അവന് ശരിക്കും ഒരു വിരുന്ന് തന്നെ കിട്ടുമെന്ന് പറഞ്ഞ് അവർ നടന്നു പോകും. അതേസമയം മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോയും മീറ്റ്സുകയും അവരാണെങ്കിൽ ഹിനട്ടയോടൊപ്പം വീടിന് ചുറ്റും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹിനട്ടാണെങ്കിൽ അവരോട് പറയും, ഐ എം സോറി, നിങ്ങളോടൊന്ന് ട്രെയിനിങ് ചെയ്യേണ്ടെന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ? അതിന് ക്യാഷ്വലായിട്ട് പറയും, ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാനും ഇഷ്ടമാണെന്ന് പറഞ്ഞ് അങ്ങനെ ജോലി ചെയ്യും. അവരങ്ങനെ ക്യാഷ്വലായിട്ട് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ദൂരത്തുനിന്നായിട്ട് ഹിനട്ടയുടെ ഒരു നിലവിളി കേൾക്കുക. അവർ നിലവിളി കേട്ട് ഇവിടെ അടുത്തേക്ക് ഓടിപ്പോവും. അതേസമയം ഇവിടെ കവാക്കയും ഹേമാവരിയും അവർ രണ്ടുപേരും ആ ചെന്നായുള്ള അടുത്തേക്ക് വരികയാണ്. അവനെയാണെങ്കിൽ അവിടെ എവിടെയും കാണാനില്ല. അവൾ ഒരുപാട് സമയം അവന്റെ പേരൊക്കെ വിളിക്കും, പക്ഷേ യാതൊരു വിധത്തിലുള്ള റെസ്പോണ്ടും എവിടുന്നും ലഭിക്കില്ല. കവാക്കിയാണെങ്കിൽ അതിന്റെ ഫുട് പ്രിന്റ് കാണും. അവരതിന്റെ ഫുട് പ്രിന്റ് അതങ്ങനെ ഫോളോ ചെയ്ത് അല്പം മുൻപിലേക്ക് നടന്നു വരുമ്പോൾ അവർ കാണും അതങ്ങനെ ദൂരത്തായിട്ട് ചത്ത് വിറങ്ങലിച്ച് കിടക്കുന്നത്. ഹേമാവരിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര വിഷമം. അവൾ അതിനെ കെട്ടിപ്പിടിച്ച് കരയും. കവാക്കിയാണെങ്കിൽ അവനെ കൊണ്ട് പറ്റും പോലെ അവളെ സമാധാനിപ്പിക്കും. അതിൻ്റെ വിധിയാണിത്, നമുക്കൊന്നും ചെയ്യാനില്ല. ഓൾറെഡി ഇത് നല്ല വീക്കായിരുന്നു, അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ കൂടെയുള്ള ചെന്നായ്ക്കള് ഇതിനെ ഒറ്റപ്പെടുത്തി വിട്ടിട്ട് പോയത്. ഈ ചെന്നായ്ക്ക് നിർബന്ധമുണ്ട് അവൻ കാരണം അവൻ്റെ കൂടെയുള്ളവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് അവൻ്റെ ഫ്രണ്ട്സിനെയും നമ്മളെ എല്ലാം വിട്ട് ഈ ദൂരെയുള്ള സ്ഥലത്ത് വന്ന് മരിച്ചത്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചേർന്ന് അതിനെ അടക്കം ചെയ്യും. അതിനുശേഷം ബാക്കിയാണെങ്കിൽ ഹേമാവരിയോട് പറയും, നീ എത്രയും വേഗം വീട്ടിലേക്ക് പോകണം, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, എന്നെ ഫോളോ ചെയ്ത് വരാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ഹേമാവരി ആണെങ്കിൽ അവനെ വിളിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ അവനതൊന്നും ശ്രദ്ധിക്കാതെ നടന്ന് നീങ്ങുകയാണ്. ഒരുപാട് സമയം വീട്ടിലൂടെ നടന്ന് അവൻ ഹൊക്കാഗെ മാങ്ഷന്റെ മുൻപിലെത്തും. അതിനുശേഷം അവനിപ്പോൾ പതിയെ ഗേറ്റ് ലക്ഷ്യമാക്കി ഗ്രാമത്തിന്റെ വെളിയിലേക്ക് പോവാനായിട്ട് തയ്യാറാവുകയാണ്. അടുത്ത നിമിഷം ബൊറൂട്ടോ അവനാണെങ്കിൽ കവാക്കി ഇത് ഞാനാണ് ബൊറൂട്ടോ എന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ ഓടി വരികയാണ്. അതിനുശേഷം ഹിനട്ടയ്ക്ക് കിട്ടിയ ഒരു ലെറ്റർ കാണിച്ചു കൊടുക്കും. ഇത് നീ എഴുതിയ ലെറ്റർ അല്ലേ, എന്റെ പപ്പയ്ക്ക് വേണ്ടി, എന്റെ അമ്മയ്ക്കാണ് ഈ ലെറ്റർ കിട്ടിയത്. നിന്നെ ഒരു കാരണവശാലും ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞയക്കില്ല. ഇത്ര വേഗം നിനക്ക് ഞങ്ങൾ ആരും അല്ലാതായോ? ഞാൻ നിന്റെ ബ്രദറാണ്. നമ്മൾ രണ്ടുപേരും ട്രെയിനിങ് എടുത്ത് ജീകണെ ഈ കർമ്മ പവർ ഉപയോഗിച്ച് തന്നെ അടിച്ച് തോൽപ്പിക്കാന്ന് നീ പ്രോമിസ് ചെയ്തതല്ലേ, എന്നിട്ട് നീ വാക്ക് തെറ്റിക്കുകയാണോ? അതിനവനാണെങ്കിൽ ടെൻഷനായി, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. ഞാൻ ഇനി ഇവിടെ നിന്നാ നമുക്ക് മാത്രമല്ല ഈ ഗ്രാമത്തിന് പോലും അത് വലിയ അപകടമാണ്. ആ ജീകൺ അവന്റെ അടുത്ത വരവ് ഈ ഗ്രാമത്തെ തന്നെ നശിപ്പിക്കാനാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് എന്തു പറയണമെന്നറിയാതെ അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കും. അപ്പോഴായിരിക്കും ഷിക്കമരു അവിടേക്ക് നടന്നു വരിക. ഷിക്കമരു കാണുമ്പോൾ കവാക്കിയുടെ ദേഷ്യം ഇരട്ടിയാവും. ഓ, നിങ്ങൾ ഇപ്പോഴും എന്റെ പിന്നാലെ തന്നെയാണല്ലേ, നിങ്ങൾ ഇനി ഓർത്ത് ടെൻഷൻ ആവണ്ട, ഞാൻ ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കടന്നു പോകും. പക്ഷെ അടുത്ത നിമിഷം ഷിക്കമരു അവന്റെ ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പോ കവാക്കിയെ ലോക്ക് ചെയ്യും. ഷിക്കമരു ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, സത്യത്തിൽ എനിക്ക് നിന്നെ ഇപ്പോഴും വിശ്വാസമില്ല, പക്ഷേ എൻ്റെ ഹൊക്കാഗ നറൂട്ടോ അവനിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവൻ്റെ വാക്കാണ് ഞാൻ ഫോളോ ചെയ്യുന്നതും ഞങ്ങളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നതും. നിന്നെ എനിക്ക് വിശ്വാസമില്ലെങ്കിലും നീ ഇപ്പോൾ ലീഫ് വില്ലേജിലെ ഒരു മെമ്പറാണ്. ഒരിക്കലും നീ മറക്കാനായിട്ട് പാടില്ല. ഇനിയെല്ലാം നിനക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നടന്നു നീങ്ങും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ കവാക്കി അവൻ്റെ മനസ്സൊക്കെ മാറ്റി തിരികെ ഹേമാവരിയുടെ അടുത്തേക്ക് വരികയാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ ആ ഒരു ഡോഗിന് വേണ്ടി കുറച്ച് പൂക്കളൊക്കെ ആ കല്ലറയ്ക്കരികിൽ വെക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.